ചേട്ടൻ എവിടെയൊക്കെ ഇത് കൊടുക്കുന്നുണ്ട്? കൊടുക്കുന്ന ഇപ്പം ഇന്ത്യ ഉടനീളമുണ്ട്, കുറിയായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഗൾഫിലുള്ളവര് അവര് അഡ്രസ് നമുക്ക് തരും, കേരളത്തിലുള്ള ആരെങ്കിലും ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കും, എത്തിക്കുന്നു, അവരെത്തിക്കുന്നു. അപ്പൊ ശരിക്കും പാകമായതാണ് ഇങ്ങനെ പറിക്കേണ്ടത് അല്ലേ? ഇത് ഏത് ചെടിയാണ് എന്ന് സംശയിക്കുന്നുണ്ടാവും. തോട്ടം പോലെയുള്ള ഒരു കൃഷിയിടം, കേരളത്തിലെ ഏറ്റവും വലിയ കൃഷിയിടമാണിത്. ഇതാണ് മക്കോട്ടദേവ എന്ന ഔഷധ സസ്യം, അതിൻ്റെ കൃഷിയിടമാണ്. ഏതാണ്ട് 1 ഏക്കർ സ്ഥലത്ത് ഇടുക്കി കഞ്ഞിക്കുഴി മഴുപടിയിൽ ദാമോദരൻ വയലക്കൊമ്പിൽ എന്ന കർഷകൻ നട്ടുപരിപാലിക്കുന്ന മക്കോട്ടദേവ തോട്ടമാണിത്. ഇങ്ങനെ ഇത്രത്തോളം മക്കോട്ടദേവ പരിപാലിക്കാനുള്ള ഒരു കാര്യം എന്താ പറഞ്ഞേട്ടാ? ഇതിൻ്റെ ഗുണനിലവാരമാണ് ഇത് പരിപാലിക്കാനുള്ള കാരണം പറയുകയാണെങ്കിൽ. കാരണം വെച്ചാൽ ഇത് ഒരുപാട് അസുഖങ്ങളെ നമുക്ക് മാറ്റി നിർത്തും. സ്ഥിരമായിട്ട് എല്ലാ വീട്ടിലും ഇത് ആവശ്യമാണ്. നമ്മുടെ ഒരു കരിയാപ്പ് വെക്കുന്നതിലും അത്യാവശ്യമുള്ള സാധനമാണ് ഇത്. കർഷകരാണ് വരില്ല? നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. എന്ത് ഗ്രൂപ്പിന്റെ പേര്? കർഷക ജ്യോതി. എവിടാ? കഞ്ഞിക്കുഴിയിലെ കഞ്ഞിക്കുഴി കർഷക ജ്യോതി ഗ്രൂപ്പിലെ കൂട്ടുകാരും ദാമോദരന്റെ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് രംഗത്തുണ്ട്. അംഗമാണ്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പറിക്കുകയൊക്കെ ചെയ്യുന്നത്. ചില സമയത്ത് ആൾക്കാരെ തികയാ വരുമ്പോൾ എല്ലാവർക്കും കൂടി പറിക്കുന്നു, അരിയുന്നു. ഒരു വിളവെടുപ്പിന് ഒരു ചെടിയിൽ നിന്ന് എത്രത്തോളം ആദായം കിട്ടും? ഒരു ചെടിയെ എന്ന് പറഞ്ഞാൽ 1 കിലോ കണക്കൊക്കെ ഉള്ള ഒരു പ്രാവശ്യം കിട്ടും. അതുപോലെ 3-4 പ്രാവശ്യം കായ്ക്കുന്നത്. ശരി. എപ്പോഴും കായുണ്ട്. ഇപ്പൊ ഈ കൃഷിയിടത്തിൽ പല വലിപ്പത്തിലുള്ള എത്ര ചെടിയുണ്ട്? ഏതാണ്ട് 1000-1200 ചെടി. 1000 ഉണ്ടായിരുന്നു. 10-200 ചെടി വെച്ചു. ശരി. ഇന്നലെ 2 ദിവസമായിട്ട് കൃഷി ചെയ്യുക. ഒരു തവണ വിളവെടുപ്പ് നടത്തിയാൽ പിന്നെ എത്ര ദിവസം കഴിയുമ്പോൾ അടുത്ത വിളവെടുപ്പ് നടത്താൻ പറ്റും? അല്ല, ഒരു 15 ദിവസം കൂടുമ്പോൾ ചെയ്യണം. 15 ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം. 15 ദിവസത്തിലൊരിക്കൽ വിളവെടുപ്പ് നടത്തണം അല്ലേ? അപ്പൊ എന്തായാലും വിളവെടുപ്പിനുള്ള ഒരു സമയമാണ് മക്കോട്ടദേവ വിളവെടുപ്പ്. കൊട്ടയും പാത്രങ്ങളും ഒക്കെ ആയിട്ട് ആളുകൾ എത്തിക്കഴിഞ്ഞു. അത് പഴുത്ത് കൂടുതലായിപ്പോയി. സാറ് വരുമ്പോൾ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഉണ്ടെങ്കിലേ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പറഞ്ഞാൽ ഞങ്ങളത് കുറച്ചേ അല്ല ചടയെന്ന് പറിച്ചാലേ ഇതെല്ലാം അരിയണം. ചെറിയ പണിയൊന്നും അല്ല, പണിക്കാരാണല്ലോ. ഇതെല്ലാം അരിഞ്ഞ് ഇതാ മക്കോട്ടദേവ വിളവെടുപ്പ്. ഇതൊരു വിളവെടുപ്പ് ഉത്സവമാണെന്ന് തോന്നുന്നല്ലേ? അതെ, മോള് എത്തിയിട്ടുണ്ട് വിളവെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വിളവെടുത്താൽ അന്ന് തന്നെ അരിയണമെന്നുണ്ടോ ചേട്ടാ? അന്ന് തന്നെയല്ല, ഞങ്ങൾ ഒരു ദിവസം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിലിട്ടേക്കും. ഒരു ദിവസം ഞങ്ങൾ മഞ്ഞപ്പൊടിക്കകത്തിട്ട്, കാരണം വിഷം ഉണ്ടായിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കറിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം പച്ചമഞ്ഞള ഞങ്ങൾ ഉണങ്ങി പൊടിച്ചേക്കുന്നത്. അതായത് വാട്ടാതെ പച്ചമഞ്ഞൾ ഉണക്കി പൊടിച്ച് ആ മഞ്ഞവെള്ളത്തിൽ ഒരു ദിവസം ഇട്ടു കഴിയും. അതിന് പറ്റി അത് കഴിഞ്ഞ് എടുത്തേ അരിയുള്ളൂ. ഇതിപ്പോ ഈ 1 ഏക്കർ സ്ഥലത്ത് നിറച്ചുണ്ടല്ലേ? 1 ഏക്കർ സ്ഥലത്ത് വിളവെടുക്കുന്ന എത്രത്തോളം ചെടികളുണ്ട്? 200 മൂടുണ്ട്. 1000 ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് തികയാണ്ട് വന്നുകൊണ്ട് പിന്നെ കുറെ കൂടെ കൃഷി ചെയ്തോണ്ടിരിക്കും. എപ്പോഴും അതിനനുസരിച്ച് ഡിമാൻഡ് ഉണ്ട്. ചേട്ടൻ എവിടെയൊക്കെ ഇത് കൊടുക്കുന്നുണ്ട്? കൊടുക്കുന്ന ഇപ്പം ഇന്ത്യ ഉടനീളമുണ്ട്, കുറിയായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഗൾഫിലുള്ളവര് അവര് അഡ്രസ് നമുക്ക് തരും, കേരളത്തിലുള്ള ആരെങ്കിലും ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കും, എത്തിക്കുന്നു, അവരെത്തിക്കുന്നു. അപ്പൊ ശരിക്കും പാകമായതാണ് ഇങ്ങനെ പറിക്കേണ്ടത് അല്ലേ? ഇപ്പൊ ഞങ്ങളോട് ഇറ്റലിയിലുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അടിമാലിൽ എന്റെ സ്വന്തക്കാരുണ്ട്, അവർ വന്ന് മേടിച്ചോളും നാളെ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ശരി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും മനസ്സിലാക്കിയിട്ട് ആളുകൾ വരുന്നുണ്ട്. അതാ അവരോടൊപ്പം പറഞ്ഞ പറഞ്ഞോണ്ടിരിക്കുക. ഞങ്ങളുടെ ഇവര് വിളിക്കുമ്പോ ഉണ്ടായിരുന്നു നേരത്തെ. അപ്പൊ അടിമാലിക്ക് അവിടെ വീടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു പൂവ് ഇപ്പൊ ഞങ്ങളോട് ഇറ്റലിയിലുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അടിമാലിൽ എന്റെ സ്വന്തക്കാരുണ്ട്, അവർ വന്ന് മേടിച്ചോളും നാളെ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ശരി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും മനസ്സിലാക്കിയിട്ട് ആളുകൾ വരുന്നുണ്ട്. അതാ അവരോടൊപ്പം പറഞ്ഞ പറഞ്ഞോണ്ടിരിക്കുക. ഞങ്ങളുടെ ഇവര് വിളിക്കുമ്പോ ഉണ്ടായിരുന്നു നേരത്തെ. അപ്പൊ അടിമാലിക്ക് അവിടെ വീടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു പൂവ് ഇങ്ങനെ കായാൽ എത്ര നാൾക്കുള്ളിൽ തന്നെ? 60-70 ദിവസം മതി. 3 മാസത്തിനാകും പഴമായി. അന്നേരം അടുത്ത പൂ കിട്ടും. എപ്പോഴും കായാണ്, ഏത് സംവത്സരവും കാണണ്ട. നല്ലോണം പഴുത്ത് പറിച്ചാൽ മതി കേട്ടോ. പക്ഷെ ബാക്കി പിന്നെ അടുത്തതിനകത്ത്
തയ്യലാണെങ്കിലും കാരണമുണ്ട്. അപ്പോൾ എന്തായാലും മക്കോട്ട് ദേവ വിളവെടുപ്പ്. ഈ സ്ഥലം എവിടെയാണ്? ഇത് ഇടുക്കി ജില്ല കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം. ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി മഴുവടിക്കര. മഴുവടി ഉമ്മൻചാണ്ടി കോളനിക്ക് വരുന്ന വഴി. അപ്പോൾ കർഷക ജ്യോതി കർഷക കൂട്ടായ്മയിലെ അംഗങ്ങളും ഇതിനകത്ത് ഒപ്പം ഉണ്ട്. പലയിടങ്ങളിലും കാണുള്ളൂ. ഇങ്ങോട്ട് വരുവാടാ. അതാ പറിക്കുന്നു. കുഞ്ഞിനെ ഞാൻ കണ്ടുപിടിച്ചു. പല സ്ഥലങ്ങളിലൂടെ നടന്നിട്ടാണ് കുഞ്ഞ് മക്കോട്ട ദേവ പറിക്കുന്നത് കേട്ടോ. കാണട്ടെ, കൊച്ചിന്റെ കയ്യിലിരിക്കണം കാണട്ടെ.